ഒരു പാഠം, കേന്ദ്ര സർക്കാരിന് ഒരു പാഠം കൂടിയാണ്. കാരണം മെട്രോ സർവീസുകളെല്ലാം, മെട്രോ സ്റ്റേഷനുകൾ അടക്കുന്നു, ഇന്റർനെറ്റുകൾ വിച്ഛേദിക്കുന്നു. എന്നിട്ട് പോലും ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് അതെന്താണെന്നറിയോ, അവർ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുക്കാത്ത ആളുകളായതുകൊണ്ട് അവർക്ക് ഇതിന്റെ ഒരു 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 ന്യായമായ ഒരു വിഷയത്തിൽ അതിൽ അന്യായം നടക്കുന്നു, അതിൽ എന്താണ് പറയുക, ഇതുപോലെ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഇത്രയും തീവ്രമായ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്താൽ എന്തായിരിക്കും അതിൻ്റെ? എത്രയോ കിലോമീറ്ററുകൾ താണ്ടി നടന്ന് ഇവിടെ പ്രായഭേദമന്യേ ആളുകൾ എത്തുന്ന കാഴ്ച, ഇതൊന്നും അവർക്ക് ഇമാജിൻ പോലും, ഈ ഫാസിസ്റ്റുകൾക്ക് ഇമാജിൻ ചെയ്യാത്ത, നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് ജനങ്ങളുടെ ഒരു പോരാട്ട വീര്യമെന്ന് പറയുന്നത്, നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത്. അത് ഇപ്പം മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ രാജ്യത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും എന്നുള്ളതാണ്. അപ്പോൾ പുതിയ പാഠങ്ങൾ അവരും പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്നലെ രാത്രി കണ്ടില്ലേ, ഒരു ഫോണിൽ ആണെന്ന് തോന്നുന്ന ഒരു വീഡിയോ പാതിരാത്രിക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു വീഴേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ കാണണം. ജന്തർ മന്ദിറിലെ സമരവേദിയിൽ രാത്രിയും വലിയ തിരക്കാണ്. വിദ്യാർത്ഥികളുടെ നീണ്ട ക്യൂ തന്നെ ആ പ്രവേശന കവാടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജന്തർ മന്ദിറിൽ രാത്രിയും സജീവമായിട്ടുള്ള ഒരാളുണ്ട്, CPI നേതാവ് വാനി രാജയാണ്. എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. രാത്രിയും ജന്തർ മന്ദിറിലെ സമരവേദിയിൽ സഖാവ് സജീവമാണ്. എന്താണ് ഇപ്പോഴത്തെ ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലാവുന്നത്, ഈ രാത്രിത്തെ ഈ ഒരു തിരക്ക്? ഞാൻ കരുതുന്നു നിങ്ങൾ ഈ തിരക്ക് കേരളത്തിലുള്ള നിങ്ങളുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, രാജ്യത്തെമ്പാടുമുള്ള അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള നിങ്ങളുടെ കാഴ്ചക്കാരെ ഇത് കാണിച്ചിരിക്കുമെന്നാണ് കരുതുന്നത്. ഓരോ ദിവസവും, അത് പകലായിരുന്നാലും രാത്രിയായിരുന്നാലും, അതെല്ലാം മഴയായിരുന്നാലും വെയിലായിരുന്നാലും ഒക്കെ തന്നെ, അത് രാവിലെ ആയിരുന്നാലും വൈകുന്നേരമായിരുന്നാലും ഒക്കെ തന്നെ ജനങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്, ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും. വൈകുന്നേരം പ്രത്യേകിച്ചൊന്ന് കാണാൻ സാധിക്കുന്നത് സ്ത്രീകൾ കൊച്ചു കുട്ടികളെയും കൊണ്ട് വരുന്നു എന്നുള്ളത്, കൂടുതലായി വരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഇത്രയും ജനക്കൂട്ടം ഇവിടെ വരുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ അകത്ത് ഈ അനുവദിക്കപ്പെട്ടുള്ള ഈ ജന്തർ മന്ദിറിൻ്റെ ഈ ബാരിക്കേഡ് വെച്ചിട്ടുള്ള അതിൻ്റെ സ്ഥലത്ത് വരുന്നെങ്കിലും ഒരു വിഷയങ്ങളും അവിടെ ഉണ്ടാവുന്നില്ലെന്നുള്ളതാണ്. എല്ലാ ആവശ്യത്തിനുള്ള വെള്ളം വരുന്നു, ആവശ്യത്തിൻ്റെ നടന്നു പോകുന്നവരിങ്ങനെ വേർത്ത് ആരെയായാലും അവരൊന്ന് വീശി കൊടുക്കുന്നു. എല്ലാത്തിനും വോളണ്ടിയർ സ്വമേധയാ അങ്ങ് ഇത്തരത്തിലുള്ള ഓരോന്നും ഏറ്റെടുക്കുകയാണ്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ട് മഴയായിരുന്നു കുറേ നേരത്തിന്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കറുത്ത ചെളി ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. അത് കൈകൊണ്ട് കോരി ഒരു വലിയ ടിന്നിലേക്ക് ഇടുന്ന കാഴ്ച. ആ കുഞ്ഞുങ്ങളൊന്നും, എനിക്ക് ഉറപ്പാണ് അവരുടെ കുടുംബത്തിൽ വീട്ടിൽ ഇന്ന് വരെ ഒരു ചൂലെടുത്തൊന്ന് തുടയ്ക്കുക പോലും ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ടവലെടുത്ത് തുടയ്ക്കുക പോലും ചെയ്തിട്ടുണ്ടല്ലോ, പൊടി തുടയ്ക്കുക പോലും ചെയ്തില്ല. പക്ഷേ അതാണ് ഇവിടുത്തെ ഒരു ഇത്. എല്ലാം ചെയ്യാൻ, എന്തും ചെയ്യാൻ, മടിയില്ലാതെ ചെയ്യാൻ, ഓരോരുത്തരും അടുത്ത ആളുടെ ഈ സമരത്തിന് വരുന്ന ആളുകളുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു വളരെ ഏറ്റവും ഭംഗിയുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആ സമരത്തിൻ്റെ തീവ്രത ഒട്ടും കുറയാതെ തന്നെ ഇവരുടെ അവരുടെ ആവശ്യങ്ങൾ ഉയർത്തുന്നില്ല, അതിൻ്റെ തീവ്രതയിൽ യാതൊരു വിധത്തിലുള്ള കുറവുമില്ലാതെ തന്നെ എല്ലാം ഭംഗിയായി നടന്നു പോകുന്നു. ഈ ചെറുപ്പക്കാരും ഇവരൊരു പുതിയ പാഠമാണ് ഞങ്ങളെപ്പോലുള്ള പ്രായമായവർക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നതും പറയാനുള്ളതും. എനിക്ക് നിങ്ങളുടെ വ്യൂവേഴ്സിനോട് ഷെയർ ചെയ്യാനുള്ളതും അതാണ്. മറ്റൊന്ന് ഒരു പാഠം, കേന്ദ്ര സർക്കാരിന് ഒരു പാഠം കൂടിയാണ്. കാരണം മെട്രോ സർവീസുകളെല്ലാം, മെട്രോ സ്റ്റേഷനുകൾ അടക്കുന്നു, ഇന്റർനെറ്റുകൾ വിച്ഛേദിക്കുന്നു. എന്നിട്ട് പോലും ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് അതെന്താണെന്നറിയോ, അവർ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുക്കാത്ത ആളുകളായതുകൊണ്ട് അവർക്ക് ഇതിന്റെ ഒരു 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 ന്യായമായ ഒരു വിഷയത്തിൽ അതിൽ അന്യായം നടക്കുന്നു, അതിൽ എന്താണ് പറയുക, ഇതുപോലെ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഇത്രയും തീവ്രമായ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്താൽ എന്തായിരിക്കും അതിൻ്റെ? എത്രയോ കിലോമീറ്ററുകൾ താണ്ടി നടന്ന് ഇവിടെ പ്രായഭേദമന്യേ ആളുകൾ എത്തുന്ന കാഴ്ച, ഇതൊന്നും അവർക്ക് ഇമാജിൻ പോലും, ഈ ഫാസിസ്റ്റുകൾക്ക് ഇമാജിൻ ചെയ്യാത്ത, നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് ജനങ്ങളുടെ ഒരു പോരാട്ട വീര്യമെന്ന് പറയുന്നത്, നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത്. അത് ഇപ്പം മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ രാജ്യത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും എന്നുള്ളതാണ്. അപ്പോൾ പുതിയ പാഠങ്ങൾ അവരും പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്നലെ രാത്രി കണ്ടില്ലേ, ഒരു ഫോണിൽ ആണെന്ന് തോന്നുന്ന ഒരു വീഡിയോ പാതിരാത്രിക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി വീഴേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ കാണണം. അത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സമരം എത്ര ദിവസമായി നടക്കുന്നു? ഇത്രയും ദിവസമായിട്ടും ഈ ലാത്തിച്ചാർജ് നടക്കുന്നത്, ലാത്തിച്ചാർജ് നിങ്ങൾ തല തല്ലി പൊട്ടിച്ചു, കൈകാലുകൾ ഒടിച്ചു, കഴുത്തൊടിച്ചു, തോളലിലൊടിച്ചു, പുറം പൊളിച്ചു,
എന്നിട്ടും ആ കുട്ടികൾ ഇപ്പോഴും ഇവിടെ എണീറ്റ് നടക്കാനാവുന്ന മുഴുവൻ മർദ്ദനമേറ്റ മുഴുവൻ വിദ്യാർത്ഥികളും യുവാക്കളും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും അതാണ് ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ പരാജയം എന്നുള്ളത്. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും വിദ്യാർത്ഥികൾ വരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ ഭയമില്ലാത്തവരായി മാറിയിരിക്കുന്നു. നരേന്ദ്രമോദിയെ എതിർത്ത് സംസാരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കാണിക്കുന്ന അന്യായത്തിനെതിരെ, അതുപോലെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്കെതിരെ, അങ്ങേയറ്റം അതിക്രൂരമായ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ ഇന്ന് ആർക്കും ഭയമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്, അവരുടെ കൈകളിലുള്ള പ്ലക്കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ആ പ്ലക്കാർഡുകളൊക്കെ വായിച്ചാൽ എങ്ങനെ സംഭവിച്ചു ഇതെന്നുള്ളത് ഭയങ്കര അങ്ങേയറ്റം അതിശയിപ്പിക്കുന്നതാണ്. അത്ര രൂക്ഷമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമാണ് ഈ ജന്തർ മന്ദിറിന്റെ അകത്തുള്ളതിൻ്റെ ഒരു 5 ഇരട്ടി ആളുകൾ ഇതിന് ചുറ്റുവട്ടത്തുമായി ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ഈ വിദ്യാർത്ഥികളെ ഒഴുക്ക് നിലക്കുന്നില്ല, പ്രതിഷേധക്കാർ കൂടുതലായി വരുന്നു. അതിൽ പങ്കെടുക്കാനായിട്ട് ആനി രാജ്യം എത്തിയിരിക്കുന്നു. എല്ലാ ദിവസവും വരുന്നുണ്ട് മാം, ഇന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അത് പറയുമ്പോൾ ഒന്നുകൂടി പറയേണ്ടതുണ്ട്. ഇവര് ഈ സമരം തുടങ്ങുന്ന ആദ്യ ദിവസം ഇവിടേക്ക് അവരോടൊപ്പം ആദ്യ ദിവസം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ മറ്റൊരു പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ലീഡർഷിപ്പിലുള്ള വേറെ ആരും ഇല്ലാതിരുന്നപ്പോഴും ഇതിൽ ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ വിഷയമാണ് ഇവർ ഉയർത്തുന്നത്. ഒരുപാട് ആക്ഷേപം ഉണ്ടായിരുന്നു അതിനെതിരെ. ഇത് ഫാസിസ്റ്റുകളുടെ ആണ്, RSSന്റെ ആണ് എന്നൊക്കെ പറഞ്ഞ്, സംഘപരിവാറിൻ്റെ ആണെന്നൊക്കെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടി ഇത് ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ വിഷയമാണ് എടുക്കുന്നത്. ഇതിൽ ജനങ്ങൾ വന്നു ചേരും, ചെറുപ്പക്കാർ വന്നു ചേരുമെന്ന് മുൻകൂട്ടി കാണാൻ, കാരണം ഞാൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, അത് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണ് ആദ്യ ദിവസം തന്നെ വരികയും ആദ്യ ദിവസം തന്നെ സംഘപരിവാറിൻ്റെ ആക്രമണത്തിരയാകുകയും ചെയ്തത്. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ പാർട്ടികളും വരുന്നു, എല്ലാവരും ഇതിനെ അതിശക്തമായി പിന്തുണയ്ക്കുന്നു. ഇതൊരു ദേശീയ ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്.